ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, 4ാം ലോക കുടുംബ സമ്മേളനം മനില എന്ന സ്ഥലത്താണ് നടന്നത്. അതിൻ്റെ ചിന്താവിഷയം ഇതായിരുന്നു: ക്രൈസ്തവ കുടുംബം 3ാം സഹസ്രാബ്ദത്തിൻ്റെ സദ്വാർത്ത. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഹാൻസ് ബെൽത്താസർ ഇങ്ങനെ പറഞ്ഞു: ദൈവസ്നേഹാഗ്നിയോട് ചേർന്ന് നിൽക്കുന്ന ജ്വലിക്കുന്ന ദീപങ്ങളായി ദമ്പതികളെ നിങ്ങൾ മാറുവാൻ ഇടവരണം. ദൈവസ്നേഹാഗ്നിയോട് ചേർന്ന് നിന്ന് ജ്വലിച്ച് എരിഞ്ഞ് കുറയുന്ന ദീപങ്ങളായി ദമ്പതികളെ നിങ്ങൾ മാറുവാൻ ഇടവരണം. നമ്മൾ ആരാധനയ്ക്ക് തിരി കത്തിച്ചു വയ്ക്കും. ആ തിരി എരിഞ്ഞ് കുറയുന്നതിൻ്റെ തോതനുസരിച്ചാണ് കത്തുക, പ്രകാശിക്കുക എന്ന് നമുക്കറിയാം. കുടുംബജീവിതവും ഈ വിധത്തിൽ എത്രമാത്രം കുറയുവാൻ സാധിക്കത്തക്കവണ്ണം എരിയുവാൻ ഇടവരുന്നുവോ അതനുസരിച്ചാണ് ശോഭ കുടുംബത്തിന്, കുടുംബാംഗങ്ങൾക്ക് നൽകുവാൻ സാധിക്കുക എന്ന് ഹാൻസ് ബെൽത്താസർ പറഞ്ഞുവെങ്കിൽ, കുടുംബങ്ങളുടെ മാർപ്പാപ്പ എന്ന് അറിയപ്പെടുന്ന ജോൺ പോൾ മാർപ്പാപ്പായെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുടുംബങ്ങൾക്ക് വേണ്ടി അനവധി ചാക്രി ലേഖനങ്ങളും കത്തുകളും എഴുതിയ മറ്റൊരു മാർപ്പാപ്പ ഇല്ല. അദ്ദേഹം കുടുംബങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി തൻ്റെ രേഖകളും കത്തുകളും പ്രസിദ്ധപ്പെടുത്തുമ്പോൾ, തൻ്റെ മുൻഗാമികളായിരുന്ന മാർപ്പാപ്പമാർ തുടർന്നിരുന്ന കുടുംബങ്ങളുടെ ചിന്തകളെ പരിപോഷിപ്പിക്കുവാനാണ് ശ്രമിച്ചത്. 1931 കാസ്തി ഗുണ്ണുബി വൈവാഹിക വിശുദ്ധി എന്ന ചാക്രിലേഖനം സഭയിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ കുടുംബത്തിലെ വിശുദ്ധിയുടെ പ്രാധാന്യം എന്താണ് എന്ന് സഭ കൂടുതൽ ചിന്തിക്കുവാൻ തുടങ്ങി. വീണ്ടും ഹ്യൂമാനെ വീത്തെ എന്നുള്ള ചാക്രിലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച്, മനുഷ്യജീവൻ്റെ നന്മയെക്കുറിച്ച് പറയുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ 2 ചാക്രിലേഖനങ്ങളെയും പിന്തുടർന്നുകൊണ്ട് ആണ് ജോൺ പോൾ മാർപ്പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. 1991 വാഞ്ചിലിയം വീത്തെ ജീവൻ്റെ സുവിശേഷം എന്നുള്ള ചാക്രിലേഖനം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് ജീവൻ്റെ സുവിശേഷം, ജീവൻ്റെ ഗുഡ് ന്യൂസ്, സുവിശേഷം എന്താണ് എന്ന്, സദ്വാർത്ത എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ജീവൻ്റെ സുവിശേഷം 1995 പരിശുദ്ധ പിതാവ് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അതിന് പിൻബലം നൽകുവാൻ 1981 ഫെമിലിയാരിസ് കോൺസോർസിയോ അല്ലെങ്കിൽ കുടുംബം ഒരു കൂട്ടായ്മ എന്നുള്ള ചാക്രിലേഖനം പരിശുദ്ധ പിതാവ് പ്രസിദ്ധപ്പെടുത്തി. ഈ ചാക്രിലേഖനം പരിശുദ്ധ പിതാവ് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ പറഞ്ഞു: വിവാഹത്തിലൂടെ സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ഒരു കൂട്ടായ്മയിലേക്ക് ദമ്പതികൾ വിളിക്കപ്പെടുകയാണ്. സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും ഒരു കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെടുകയാണ്. അവിടെ സ്നേഹം പങ്കുവയ്ക്കുവാനും ജീവൻ പങ്കുവയ്ക്കുവാനുമുള്ള വലിയ ഒരു വിളി ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ജീവനും സ്നേഹത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തെ നിങ്ങളെ ക്രമപ്പെടുത്തുവാൻ സാധിച്ചാൽ നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമായി തീരും എന്ന് പറയുവാൻ പരിശുദ്ധ പിതാവ് 2 കാര്യങ്ങൾക്ക് അവിടെ ഊന്നൽ കൊടുത്തു. ഒന്ന്, ദമ്പതികളെ നിങ്ങൾ ഉത്തരവാദിത്വപൂർവ്വം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. ഉത്തരവാദിത്വപൂർവ്വം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. ഞാനിത് പറയുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് ജോണി എന്നുള്ള ഒരു പയ്യനാണ്. എനിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ മാനസരോഗികളായ സ്ത്രീകളുടെ ഒരു സ്ഥാപനമുണ്ട്. തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നവർ, നിലവിൽ ആരും സംരക്ഷിക്കാനില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ്. ഒരിക്കൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോലീസുകാർ ഒരമ്മച്ചി അവിടെ കൊണ്ടുവന്നു. അമ്മച്ചിയെ കൊണ്ടുവന്നപ്പോൾ മനസ്സിലായി അമ്മച്ചിക്ക് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളേ ഉള്ളൂ, മാനസികമായ രോഗമില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ്, പരസഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഈ അമ്മച്ചിയാക്കാൻ വേണ്ടി ആ സിസ്റ്ററിനോട് ചോദിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് സിസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററിനോട് മറ്റൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. കുട്ടിയുടെ കാര്യം പറയാനുള്ള കാര്യം, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വണ്ടമ്പതാലിൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമുണ്ട്. ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് അറിയാമെന്നത് കൊണ്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, അച്ഛനെ ഒന്ന് കാണിക്കാം. സിസ്റ്റർ താമസിക്കാതെ അകത്ത് ചെന്ന് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. കുട്ടികളെ എടുക്കുന്നത് പണ്ടും ഇപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, അച്ഛാ എടുക്കുന്നതിന് മുമ്പ് അവൻ്റെ വലത് കൈയിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ വലത് കൈയിലേക്ക് നോക്കുമ്പോൾ അവന് വലത് കൈപ്പത്തിയില്ല, ചൂണ്ടുവിള സ്ഥാനത്ത് ഒരു എല്ല് കഷ്ണം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു. അച്ഛൻ ഇനി ഇടത് കൈ നോക്കാൻ പറഞ്ഞു. ഇടത് നോക്കുമ്പോൾ പെരുവിരലില്ല, മറ്റ് 2 വിരലിങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഇനി അച്ഛൻ അവൻ്റെ കാലുകൾ നോക്കാൻ പറഞ്ഞു. ഞാൻ കാലുകൾ നോക്കുമ്പോൾ ഇടതുകാല് വലതുകാലിൻ്റെ പകുതിയോളമേ നീളമുള്ളൂ, അതും
വളഞ്ഞ് ഇരിക്കുന്നു. ഇനി അച്ഛൻ കുഞ്ഞിനെ എടുത്തുകൊള്ളാൻ പറഞ്ഞു. ഞാൻ കുട്ടിയെടുത്തപ്പോൾ അവൻ്റെ തോളിൽ വളരെ ചേർന്ന് പതുങ്ങി പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അച്ഛാ, 7 മാസം പ്രായമായി ജോണിയെ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം എന്തെന്നറിയണമോ? 7 മാസങ്ങൾക്ക് മുമ്പ് സാമ്പത്തികമായി ഒരുവിധമൊക്കെയുള്ള കുടുംബത്തിലെ യുവദമ്പതികൾ വിവാഹം കഴിഞ്ഞ് ഉടനെ കുട്ടികൾ വേണ്ട എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എങ്കിലും ഒരു കുഞ്ഞ് ഈ സ്ത്രീയുടെ ഉദരത്തിൽ രൂപപ്പെട്ട കുഞ്ഞ് വേണ്ട എന്ന ആഗ്രഹം ഉണ്ടായിരുന്നതിനാൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി പലവിധ മരുന്നുകൾ കഴിച്ചുവെങ്കിലും കുഞ്ഞ് അബോർട്ട് ചെയ്തു പോയില്ല. പ്രസവത്തിന് സമയമായി സ്ത്രീ ഹോസ്പിറ്റലിൽ വന്നു. പ്രസവിച്ചപ്പോൾ കുഞ്ഞിൽ ഈ വിധത്തിലുള്ള വികലതകൾ കണ്ടു. രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചു, തീരുമാനിച്ചു, ഒന്നെങ്കിൽ ഈ കുഞ്ഞിനെ കൊന്നുകളയാം, അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും കൊടുക്കാം, അതല്ലെങ്കിൽ സിസ്റ്ററിനോടൊന്ന് ചോദിക്കാം, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണമോ? സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ കൊല്ലുകയും വേണ്ട, ആർക്കും കൊടുക്കുകയും വേണ്ട, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അച്ഛാ, അങ്ങനെയാണ് ജോണിയെ ഞങ്ങൾക്ക് 7 മാസം മുമ്പ് കിട്ടിയത്. ജോണി എന്ന് പറയുന്ന കുഞ്ഞ് ഇന്ന് ഒരു സ്ഥാപനത്തിൽ വളരെ മിടുക്കനായി അതിസമർത്ഥനായി കഴിയുമ്പോൾ സഭ നമ്മോട് പറയുന്നു, ദമ്പതികളെ ഉത്തരവാദിത്വപരം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മക്കൾ ദൈവദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. 127 സങ്കീർത്തനത്തിൽ 3-ാം വാക്യത്തിൽ ഇത് പറയുന്നുവെങ്കിൽ ദമ്പതികളോട് സഭ പറയുന്നത് എന്താണ്? ദമ്പതികളെ, നിങ്ങൾ ജീവന്റെ ശുശ്രൂഷകരാണ്. അതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിലിൽ സഭ ആധുനിക ലോകത്തിൽ എന്നുള്ള രേഖയിൽ 51-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുക, ദമ്പതികളെ, ജീവന്റെ കർത്താവായ ദൈവമാണ് ജീവസംരക്ഷണം എന്നുള്ള ശ്രേഷ്ഠമായ ജോലി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ജീവനെ അതിൻ്റെ ആരംഭ നിമിഷം മുതൽ അവസാനം വരെ അതീവ ശ്രദ്ധയോടുകൂടി സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള വലിയ ഒരു ദൗത്യത്തോടു കൂടിയാണ് സഭ നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. അതുകൊണ്ട് ദയാവധമാകട്ടെ, ഗർഭചിത്രമാകട്ടെ, ഇതൊരു വിധത്തിലുള്ള ജീവനോടുള്ള കൈവെക്കലുകളാകട്ടെ, എല്ലാം തെറ്റ് എന്ന് സഭ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജീവന്റെ ശുശ്രൂഷകരായ ദമ്പതികളെ സഭ കാണുമ്പോൾ ജീവന്റെ ഉടമസ്ഥരല്ല എന്നതുകൊണ്ടാണ് ജീവനെ ഹനിക്കുവാൻ നമുക്ക് അവകാശമില്ലാത്തത്. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു ജീവനെ സൃഷ്ടിക്കുവാൻ സാധിക്കുമോ? ലഭ്യമാകുന്ന ജീവനെ സംരക്ഷിക്കുവാൻ കാര്യഗൗരവത്തോടു ഒരു കാര്യസ്ഥൻ്റെതായ ഗൗരവത്തോടു കൂടി സംരക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ജീവൻ കൊടുക്കുവാൻ സാധിക്കാത്തവന് ജീവൻ എടുക്കുവാനും സാധിക്കില്ല എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ ജീവന്റെ ശുശ്രൂഷകരെന്ന നിലയിൽ ദമ്പതികൾ കുടുംബജീവിതത്തിൽ നാം നിലകൊള്ളേണ്ട മാനദണ്ഡത്തെക്കുറിച്ച് നാം ഓർക്കേണ്ടതാണ്. രണ്ടാമതായി പരിശുദ്ധ പിതാവ് ഫെമിലിയാരിസ് കോൺസോർസിയോ അല്ലെങ്കിൽ കുടുംബ ഒരു കൂട്ടായ്മ എന്ന ചക്രലേഖനത്തിൽ പറയുന്നത്, ദമ്പതികളെ മക്കളെ പക്വതയോടെ വളർത്തുക, ജീവിക്കുവാൻ പഠിപ്പിക്കുക. മക്കളെ നമ്മൾ വളർത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം ജീവിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ പിതാവ് ഇവിടെ ചോദിക്കുക. മനുഷ്യത്വത്തിൽ വളരുവാൻ, മാനുഷികതയിൽ വളരുവാൻ നമുക്ക് എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാനൊരു കോളേജിൽ പേരൻസിന് ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പ്രിൻസിപ്പൾ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛനോട് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, സാറേ എന്താണ്? ഇന്ന് പല മാതാപിതാക്കളും വന്ന് പറയുന്നു, കുട്ടികൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പേടിയാണ്. കാരണം കുട്ടികൾ ഇറങ്ങിപ്പോകുമോ, ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ പേടിയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ എന്തായെന്ന് എന്ന് സാറിനോട് ഞങ്ങൾ വന്ന് പറയാം, സാറ് കൊച്ചിനോട് പറഞ്ഞ് അത് പരിഹരിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ വേണ്ടി അധ്യാപകൻ്റെ ഇടയ്ക്കലും അച്ഛൻ്റെ ഇടയ്ക്കലും കന്യാസ്ത്രീ ഇടയ്ക്കലും പോകേണ്ടി വരുന്നത്? എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുക, നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായിട്ടല്ല പലപ്പോഴും വളർത്തുക. അയൽക്കാരൻ്റെ കുഞ്ഞിനെ പോലെ, സീരിയൽ കാണുന്നവനെ പോലെ, ഫിലിമിൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളെ പോലെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഓവർ അംബീഷനിൽ വളരുവാൻ, ഇല്ലാത്തതുകൂടി തനിക്ക് ലഭിച്ചില്ല എങ്കിൽ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ധാരണയിലേക്ക് നമ്മുടെ മക്കളെ വളർത്തുവാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായിട്ടല്ല വളർത്തുക. നമ്മുടെ മക്കൾ നമ്മുടെ മക്കളാണ് വളരുന്നത് എങ്കിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് അവർക്ക് കേൾക്കാൻ പറ്റാതെ വരുന്നു? അപ്പോൾ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായിട്ട് വളർത്തുവാൻ തക്കവണ്ണം പക്വതയിൽ വളരുവാൻ, മനുഷ്യത്വത്തിൽ വളരുവാൻ സാധിക്കത്തക്ക വിധത്തിൽ വളർത്തുവാൻ സാധിക്കണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഒരു കുടുംബം വന്നു.
കുവൈറ്റ് ജോലി ചെയ്യുന്നവരാണ്. ആരോ പറഞ്ഞതിൻ്റെ പേരിലാണ് അവിടെ വന്നത്. അവരെല്ലാ വർഷവും കുട്ടികൾക്ക് കൊടുക്കുന്ന പണവും അവർ ശേഖരിക്കുന്ന പണവുമായി അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ആരോ പറഞ്ഞു, റോയിച്ചൻ്റെ ആശ്രമത്തിൽ പോയാൽ അത് അർഹതപ്പെട്ട ആൾക്കാരാണ്, അവിടെ 140 മാനസരോഗികളുണ്ട്, അവിടെ അത് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുവൈറ്റ് ജോലി ചെയ്യുന്ന ഈ ചേട്ടനും 3 മക്കളും അമ്മയും കൂടി ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിൽ വന്ന് ആശ്രമങ്ങളെല്ലാം കണ്ടു. ഞാൻ എല്ലാ സ്ഥലവും കൊണ്ട് നടന്ന് കാണിച്ചു. അതിനുശേഷം അച്ഛാ ഓഫീസിലൊന്ന് കയറിയാലോ? ശരി. ഓഫീസിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ 25,000 രൂപയുടെ ഒരു ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ 22,000 രൂപ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഈ നാളുകൾ വരെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഞങ്ങൾ ആർഭാടമായിട്ടൊന്നും ആഘോഷിക്കില്ല. ബർത്ത്ഡേക്ക് ഞാനൊരു തുക കൊടുക്കും, പക്ഷേ അത് കുഞ്ഞുങ്ങൾ ഒരു പെട്ടിയിൽ സൂക്ഷിച്ച് വെക്കും. 3 കുട്ടികളെയും ബർത്ത്ഡേക്ക് കിട്ടുന്ന അവരവിടെ ഇടും. അവർക്ക് എക്സ്ട്രാ കിട്ടുന്ന പണമൊക്കെയും പൂവർ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ബോക്സിൽ നിക്ഷേപിക്കും. ഞങ്ങൾ വർഷാവസാനം ഇത് പൊട്ടിച്ചിട്ട് കിട്ടുന്ന തുകയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഈ വർഷം 22,000 രൂപയാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ 3,000 രൂപ അങ്ങനെ 25,000-ൻ്റെ ചെക്ക് അച്ഛന് തരികയാണ്. ഇളയ മകള് 7 വയസ്സോളം പ്രായമുള്ള റീന ആണ് ഈ പൈസ ഉള്ള ചെക്ക് എനിക്ക് തന്നത്. ഞാൻ വളരെ സന്തോഷത്തോടെ അവരെ പറഞ്ഞു വിട്ടു. വൈകിട്ട് 8 മണിയായപ്പോൾ കൊച്ചിൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛന് വളരെ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനാണല്ലോ ചേട്ടനും കുഞ്ഞുങ്ങൾക്കും നന്ദി പറയേണ്ടത്, കാരണം ഇത്രയും പൈസ കിട്ടിയത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. അച്ഛാ അച്ഛനാണ്, സ്ഥാപനത്തിനാണ് നന്ദി പറയേണ്ടത്. കാരണം വൈകുന്നേരങ്ങളിൽ അമ്മ കുളിപ്പിക്കുമ്പോഴാണ് കൊച്ചമ്മയോട് സ്വകാര്യമായി സംസാരിക്കാറുള്ളത്. ഇന്ന് കൊച്ചിനെ വൈകുന്നേരം കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ ഇന്ന് അവിടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ ആ ആശ്രമത്തിലെ ചേച്ചിമാരെ ആ സിസ്റ്റേഴ്സ് നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മാലാഖമാരെ പോലെയാണ് ആ സിസ്റ്റേഴ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് വലുതാകുമ്പോൾ ആ മാലാഖമാരായ സിസ്റ്റേഴ്സിനെ പോലെ മടത്തി ചേരുവാനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു. അച്ഛാ എനിക്കൊരു കൊച്ചിന് കൊടുക്കാൻ ഇത് കൂടുതൽ എന്താണുള്ളത്? എനിക്ക് ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ കൊച്ചിന് അത്രയെങ്കിലും ഒരു ബോധ്യം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചല്ലോ അച്ഛ എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മുടെ മക്കളെ കണ്ടുപഠിക്കുവാൻ കെട്ടുപഠിക്കുവാൻ സാധിക്കത്തക്ക വിധത്തിൽ മക്കളെ വളർത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വളർത്തുമ്പോഴാണ് മക്കൾ വളരേണ്ട വിധത്തിൽ വളരുവാനായിട്ട് ഇടവരിക. 3 വയസ്സുള്ള മരിയ എന്നുള്ളൊരു പെൺകുഞ്ഞിനെ 15 വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ലഭിച്ചു. എല്ലാ ദിവസവും അമ്മയും മകളും കൂടി ധർമ്മം തണ്ടാൻ നടക്കും. ധർമ്മം തണ്ടിയിട്ട് വൈകുന്നേരം ഒരു കടത്തിണ്ണയിൽ വന്ന് കിടക്കും. ഈ കുഞ്ഞിൻ്റെ ദേഹം മുഴുവൻ പൊള്ളി വ്രണമായി ചലമൊഴുകും. ഈ ഒഴുകുന്ന ചലം കൂടെയുള്ള പട്ടി നക്കും. ഇത് കണ്ട് വിഷമം തോന്നിയ അയൽക്കാരും നാട്ടുകാരും കൂടി ഈ കൊച്ചിനെ അമ്മയും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ വിഷമമാണെങ്കിലും കുഞ്ഞിനെ തന്നേക്കാമെന്ന് പറഞ്ഞു. 18 വയസ്സുള്ള മരിയ ഇന്ന് എൻ്റെ സംരക്ഷണയിൽ തന്നെ കഴിയുമ്പോൾ അവൾ വളർന്നപ്പോൾ മനസ്സിലായി അവൾക്ക് ബുദ്ധിമാന്ദ്യമുണ്ട് എന്ന്. ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞ് എന്ന നിലയിൽ, മെൻ്റലി ചലഞ്ചറായ കുഞ്ഞ് എന്ന നിലയിൽ അവളെ അതിനുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ 10 വയസ്സായപ്പോൾ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, കൊച്ചിന് ആദ്യ കുർബാന കൊടുത്തില്ല, നമുക്ക് ആദ്യ കുർബാന കൊടുക്കാം. ശരി സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, ആദ്യ കുർബാനയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊള്ളുക. ഇങ്ങനെ ആദ്യ കുർബാന ഒരുക്കമൊക്കെയായി 10 കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണമാണ് നടക്കുക. 9ാമതാണ് ലൈനിലെ മരിയ നിൽക്കുക. അവസാന ഭാഗത്ത് കുർബാന സ്വീകരണത്തിൻ്റെ സമയമായി. കുർബാന സ്വീകരണത്തിൻ്റെ സമയമായപ്പോൾ 9ാമത് നിൽക്കുന്ന മരിയയുടെ അടുത്തെത്തിയപ്പോൾ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛൻ്റെ കൊച്ചല്ലേ, അച്ഛൻ്റെ കൊച്ചിന് അച്ഛൻ തന്നെ കുർബാന കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ കുർബാന എടുത്ത് മരിയയ്ക്ക് കൊടുത്തിട്ട് ഞാൻ സങ്കീർത്തിയിൽ അൾത്താര ഭാഗത്ത് കയറി കസേരയിലിരുന്നു. ഇരുന്നപ്പോൾ എൻ്റെ 2 കണ്ണുകളും അറിയാതെ നിറഞ്ഞൊഴുകി. എൻ്റെ 2 കണ്ണുകളും പെട്ടെന്ന് നിറഞ്ഞൊഴുകാനുള്ള കാരണം എൻ്റെ മരിയായുടെ സൈഡിൽ മാത്രം നിൽക്കുവാൻ ആരുമില്ല. ആര്? അപ്പനും അമ്മയും നിൽക്കാനില്ല. മറ്റ് 9 കുട്ടികളെ സൈഡിൽ നിൽക്കുവാനായിട്ട് അപ്പൻ അമ്മ എന്ന് പറയുന്ന 2 പേരുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ സൈഡിൽ മാത്രം നിൽക്കാൻ ആരുമില്ലല്ലോ എന്ന് പെട്ടെന്ന് എനിക്ക് വിഷമം തോന്നി. എൻ്റെ കണ്ണ് 2 നിറഞ്ഞുപോയി. സ്നേഹമുള്ളവരെ, അപ്പനുള്ളപ്പോൾ അമ്മയുള്ളപ്പോൾ അതിൻ്റെ വില എന്തേയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. സഹോദരി സഹോദരന്മാരുള്ളപ്പോൾ അതിൻ്റെ വില എന്തേയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെ വില നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. അപ്പൻ്റെ വില എന്തേയെന്നും അമ്മയുടെ വില എന്തേയെന്നും ചെറുപ്പത്തിൽ പഠിക്കുന്ന കുഞ്ഞ് ഒരിക്കലും അപ്പനെയും അമ്മയും ധിക്കരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതാണ് പരിശുദ്ധ പിതാവ് പറയുക, മക്കളെ പക്വതയോടെ വളർത്തുക, ജീവിക്കുവാൻ പഠിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ
12-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തോട് പറയുന്നു, എന്താണ്? യു ബി എ ബ്ലെസ്സിങ് ടു മൈ പീപ്പിൾ. നീ എൻ്റെ ജനത്തിന് ഒരു അനുഗ്രഹമായി മാറണം. 3-ാം വാക്യത്തിൽ പറയുകയാണ്, നീ എൻ്റെ ജനത്തിന് ഒരു അനുഗ്രഹമായി മാറണം. ഇത് തന്നെയല്ലേ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നത്, കൃപ ലഭിച്ചവർക്ക് മാത്രമുള്ള ഒരു ജീവിത വിളിയാണ് വിവാഹം. കൃപ ലഭിച്ചവർക്ക് മാത്രമുള്ള ഒരു ജീവിത വിളിയാണ് വിവാഹം. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിലൂടെ ഓരോ പുരുഷനോടും സ്ത്രീയോടും നീ ഇവൾക്ക് ഒരു കൃപയാകുവാൻ, അനുഗ്രഹമാകുവാൻ വിളിക്കപ്പെട്ടവൻ, വിളിക്കപ്പെട്ടവൾ എന്നല്ലേ പറയുക. ഇങ്ങനെ ഈ പുരുഷൻ്റെയും ഈ സ്ത്രീയുടെയും മകനും മകളും ഈ കൃപയുടെ നിറവിലേക്ക് വളരുവാൻ ഈ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും സാധിക്കുമ്പോഴല്ലേ അവർ പക്വതയിലേക്ക് വളരുവാനായിട്ട് ഇടവരിക. വീണ്ടും ജനേസിന്റെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ അധ്യായം 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവം അബ്രാഹത്തെ ഇങ്ങനെ വിളിച്ച് അനുഗ്രഹിച്ചപ്പോൾ അബ്രാഹം പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഒരു ബലി അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു ബലിപീഠം നിർമ്മിക്കുന്നു. ഒരു ബലിപീഠം നിർമ്മിച്ചിട്ട് അദ്ദേഹം മറ്റ് ബിംബ ആരാധനകളും ദൈവത്തിന് ഹിതകരമില്ലാത്ത പ്രാർത്ഥനാ രീതികൾ നടത്തിയിരുന്ന എല്ലാം തച്ചുടച്ച് ദൈവത്തിന് പ്രീതികരമായ ബലിപീഠം ഒന്ന് നിർമ്മിക്കുകയാണ്. അവിടെ ബലിപീഠം നിർമ്മിച്ചിട്ട് ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥലത്തിനൊരു പേര് കൊടുക്കുന്നു. എന്താണ്? ബഥേൽ എന്ന് പേര് കൊടുക്കുന്നു. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവഭവനം, ഹൗസ് ഓഫ് ഗോഡ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിലൂടെ ദൈവഭവനം പണിയുവാൻ, ഓരോ ബഥേൽ പണിയുവാനാണ് ദൈവം ദമ്പതികളെ വിളിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ വീട് പണിയുന്നതിന് പകരം കുടുംബം പണിയുവാൻ, ദൈവഭവനം പണിയുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക മാത്രമല്ല, ജീവിതത്തിൽ അതനുസൃതം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുവാൻ, നമ്മുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹമായി നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, മക്കൾക്ക്, ജീവിത പങ്കാളിക്ക് അനുഭവപ്പെടുവാൻ ഇടവരുക. ഈ വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, കുടുംബം ദൈവം വസിക്കുന്ന ഒരു ഇടമായി മാറുവാൻ സാധിക്കത്തക്ക വിധത്തിൽ വളരുമ്പോഴാണ് കുടുംബം ജീവന്റെ കൂടാരമായി മാറുവാൻ ഇടവരുക. ജീവന്റെ കൂടാരമായി മാറുവാൻ ഇടവരുക. വികലമായ ജീവനെ, ബലഹീനമായ ജീവനെ സ്നേഹിക്കുവാനും മാനിക്കുവാനും സംരക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള വലിയ ദൗത്യം സഭ നമ്മെ ദാമ്പത്യ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ, വ്യക്തി ജീവിതത്തിലൂടെ നമ്മെ പ്രേരിപ്പിക്കുകയും അതിന് നമുക്ക് അവസരം നൽകുകയും ചെയ്യുമ്പോൾ, ഗൗരവപൂർവ്വം അതിനെ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോഴാണ് ജീവന്റെയും സ്നേഹത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് എൻ്റെ കുടുംബമെന്ന്, എൻ്റെ ദാമ്പത്യ ജീവിതമെന്ന് എനിക്ക് എൻ്റെ പ്രവർത്തികളിലൂടെ പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കുക. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ എല്ലാ ബാല്യ ഭവനങ്ങളും കൂടെ ചേർത്ത് മേഴ്സി ഹോംസ് എന്ന് പറഞ്ഞൊരു ഡേ നടത്താറുണ്ട്. കരുണയുടെ ദിനം. ഇങ്ങനെയുള്ള ബാല്യ ഭവനങ്ങൾ, ഓൾഡേജുകളെല്ലാം കൂടെ ചേർത്ത് നടത്തുന്ന ഒരു ദിനമാണ്. വിശുദ്ധ GNIയുടെ ബർത്ത്ഡേ ആയ ഒക്ടോബർ 4-ാം തീയതിയാണ് ഞങ്ങൾ അത് സംഘടിപ്പിക്കുക. കഴിഞ്ഞ വർഷം ഈ മേഴ്സി ഹോംസ് ഡേ നടത്തിയപ്പോൾ 350ഓളം കുട്ടികൾ പങ്കെടുത്ത പ്രോഗ്രാമിൽ ഒരു ചിത്രരചനാ മത്സരം നടത്തി. ചിത്രരചനാ മത്സരം നടത്തിയപ്പോൾ അതിൽ 1-ാം സ്ഥാനത്തെത്തിയത് വിഷ്ണു എന്ന് പേര് വിളിക്കുന്ന 9 വയസ്സുകാരൻ പയ്യനാണ്. 9 വയസ്സുകാരനായ വിഷ്ണു 1-ാം സമ്മാനം വാങ്ങിച്ചപ്പോൾ മറ്റ് 350 പേരിൽ 349 പേരേക്കാൾ അവൻ വ്യത്യസ്തനാണ് എന്ന് നമുക്ക് മനസ്സിലായി. ആ വ്യത്യസ്തതയല്ല വിഷ്ണുവിനുള്ളത്, മറിച്ച് നമുക്കാർക്കുമില്ലാത്ത ഒരു വ്യത്യസ്തതയാണ് വിഷ്ണുവിനുള്ളത്. അതെന്താണെന്നറിയണമോ? അവന് 2 കൈകളുമില്ല എന്നുള്ളത്. 2 കൈകളും പൂർണ്ണമില്ലാത്ത വിഷ്ണു എങ്ങനെയാണ് ചിത്രരചനയ്ക്ക് 1-ാം സമ്മാനം വാങ്ങിയത്? അവൻ്റെ വലതുകാലും ശേഷിയുള്ളയാളല്ല. പിന്നെങ്ങനെയാണ് അവന് ചിത്രരചനയ്ക്ക് സമ്മാനം വാങ്ങിയത്? ഇടതുകാല് ആണ് അവന് ശേഷിയുള്ളത്. ഇടതുകാല് കൊണ്ട് പെൻസിൽ ഇടതുകാലിൽ വെച്ച് ആ ഇടതുകാലിൻ്റെ വിരൽ കൊണ്ട് വരച്ചാണ് വിഷ്ണു 349 പേരെയും മറികടന്ന് 1-ാം സമ്മാനം ചിത്രരചനയിൽ വാങ്ങിയത്. വിഷ്ണുവിനെ ഞാൻ പിതാവിനോടൊപ്പം സ്റ്റേജിലിരുത്തി. പിതാവ് തിരികത്തിച്ച് കഴിഞ്ഞ് അവനെ കൊണ്ടും തിരികത്തിപ്പിച്ചു. അവനെങ്ങനെയാണ് തിരികത്തിക്കുക? കാലുകൊണ്ട്, ഇടത് കാലുകൊണ്ട് തിരിപിടിച്ച് അവനും നിലവിളക്കിൽ തിരികത്തിച്ചു.
പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷ്ണുവിൻ്റെ ഈ കാര്യം പറയാനുള്ള കാരണം, നമുക്ക് രണ്ട് കൈകളുണ്ട്, നമുക്ക് രണ്ട് കാലുകളുണ്ട്, കാണുവാൻ നല്ല കണ്ണുകളുണ്ട്, ചിന്തിക്കുവാൻ നമുക്ക് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്. ഞാനിപ്പോൾ കൂടുതലും പ്രവർത്തിക്കുന്നത് ബുദ്ധിപരമായ വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ മേഖലയിലാണ്. കേരളത്തിലുള്ള 292 ബുദ്ധിപരമായ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ സ്പെഷ്യൽ സ്കൂളുകളാണുള്ളത്. അതിലാണ് ഞാനിപ്പോൾ കൂടുതലായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ബുദ്ധിപരമായ വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ശാരീരിക വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, മാനസിക രോഗമുള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിലതിലേക്കൊക്കെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ദൈവം നമ്മെ വ്യത്യസ്തരായി സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കിൽ ഈ വ്യത്യസ്തതകളെ ഏതെങ്കിലും വിധത്തിൽ വേദനയായും ദുഃഖമായും ദുരിതമായും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവനൊരു താങ്ങാകുവാൻ, അവനൊരു തണലാകുവാനാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്കും നമുക്ക് വളരണം. അങ്ങനെ വളരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറയുക, ദൈവവിശ്വാസികൾ എന്ന് പറയുന്നവരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഈ വിധത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും നമ്മൾ വളർത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന വ്യക്തികളായി വളരുവാനും ജീവിക്കുവാനും ഇവിടെ വരിക. ഒരിക്കൽ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ അമ്മ കൈയൊടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് അച്ഛൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അമ്മച്ചി ഒന്ന് എടുക്കാം. സാധാരണ നമ്മുടെ സ്ഥാപനങ്ങളൊന്നും പണമുള്ളവരെ സാധാരണ എടുക്കാറില്ല. ടീച്ചർ ജോലിയുള്ളയാളാണ്, ഹസ്ബൻഡും ജോലിയുള്ളയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും എന്നെ വളരെ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും സംസാരിച്ചപ്പോൾ ടീച്ചറിൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഭാര്യ എന്നോട് പറയുന്നത് ഈ പുരാവസ്തുവിനെ നോക്കാൻ എനിക്ക് മാത്രമേ കടമയുള്ളൂ എന്നാണ്. അമ്മായിമ്മയെ വിളിക്കുന്ന പേരാണ് പുരാവസ്തു. ഈ പുരാവസ്തുവിനെ നോക്കാൻ എനിക്ക് മാത്രമേ കടമയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പുരയിലെ വസ്തുവായാണ്, വ്യക്തിയായാണോ മാറുന്നത് എന്ന് മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് നാമാണ്. വസ്തുവാണ്, വ്യക്തിയാണോ, ഉപരി പുരാവസ്തുവാണോ എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് അമ്മയായും അപ്പനായും മകനും മകൾക്കും അനുഭവപ്പെടുവാൻ ഇടവരിക. അതല്ലെങ്കിൽ പുരാവസ്തുവായിട്ടും ഇനി ഗവേഷണശാലയിലേക്ക് കൊടുക്കാനായിട്ടുമൊക്കെയുള്ള പരിശ്രമം നമ്മുടെ മക്കൾ ചെയ്തുകൊണ്ടേയിരിക്കും. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ സ്നേഹിച്ച് നയിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ കുടുംബജീവിതത്തിൽ ചിന്തിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ഒരു കുടുംബത്തെ കാണുന്നുണ്ട്. സക്കറിയ എലിസബത്ത് ദമ്പതികൾ. സക്കറിയ എലിസബത്ത് ദമ്പതികളെ അവിടെ നമ്മൾ കാണുമ്പോൾ അവരെക്കുറിച്ച് 6-ാം വാക്യത്തിൽ എന്താണ് പറയുക? അവർ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒരു കുറവും കൂടാതെ അനുസരിക്കുന്നവരായിരുന്നു. ദൈവസന്നിധിയിൽ ഒരു കുറവും കൂടാതെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ച് നീതിനിഷ്ഠയോടെ ജീവിച്ചിരുന്ന ഈ ദമ്പതികൾക്ക് അവിടെ ജീവിതത്തിൽ അവർ വളരെ ആഗ്രഹിച്ച ഒന്ന് ദൈവം കൊടുത്തില്ല. എന്താണ്? ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തില്ല. എങ്കിലും അവർ പ്രാർത്ഥന നിർത്തുന്നുണ്ടോ? പ്രാർത്ഥന നിർത്തുന്നില്ല. വീണ്ടും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്കറിയയോട് പറയുന്നു, നിന്റെ ഭാര്യ വന്ധ്യയാണ്, പ്രായം ചെന്നവളാണ്, വടകിളവിയാണ്, എങ്കിലും അവളിൽ നിനക്ക് ഒരു കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നു. അവൻ വലിയവനായിരിക്കും, നിനക്ക് ആനന്ദവും ആഹ്ലാദമുണ്ടായിരിക്കും, ദൈവത്തിന് ഏറ്റവും പ്രീതി നിറഞ്ഞവനായിരിക്കും അവൻ. അതുകൊണ്ട് അവനെ ജനിപ്പിച്ച് വളർത്തുന്നതിന് ദൈവം തിരുമനസ്സായ സന്തോഷം നിന്നെ ഞാൻ അറിയിക്കുകയാണ്. എലിസബത്തിന് കുഞ്ഞ് ജനിക്കുന്നു. ജനിച്ച കുഞ്ഞിന് എന്ത് പേരാണ് അവർ കൊടുത്തത്? യോഹന്നാൻ എന്ന പേര് കൊടുത്തു. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവം കരുണ കാണിച്ചിരിക്കുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം ഈ ദമ്പതികളോട് കരുണ കാണിക്കുവാൻ കാരണമെന്ന് ലൂക്ക 1:6 വ്യക്തമായിട്ട് പറയുകയാണ്. അവർ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒരു കുറവ് കൂടാതെ അനുസരിക്കുന്നവരായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ
ഒന്നും അസാധ്യമല്ല എങ്കിൽ, നമുക്ക് പലതും സാധ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ സാധ്യതകളും സാധ്യതമാകുമെന്നുള്ള അസാധ്യതകളെ മാറ്റുന്നതിനുള്ള തെളിവായിട്ടാണ് ദൈവം യോഹന്നാനെ നൽകുന്നതായിട്ട് നമ്മൾ കാണുക. ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നുള്ള തെളിവായി ദൈവം യോഹന്നാനെ കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഇത് സംഭവിക്കുമോ ഇത് സംഭവിക്കുകയില്ലയോ എന്നൊക്കെ നാം ചിന്തിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിൽ സക്കറിയ എലിസബത്ത് ദമ്പതികൾ ഉണ്ടാകണം. ദൈവസന്നിധിയിൽ നീതിനിഷ്ഠയോടെ നിലകൊള്ളുമ്പോൾ, ദൈവസന്നിധിയിൽ കുറവ് കൂടാതെ കൽപ്പനകൾ പ്രമാണങ്ങൾ പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനുള്ള വഴികളാണ് ഞാൻ തുറക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ വഴികൾ തുറക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വഴിതെറ്റാതെ നാമും നമ്മുടെ കുടുംബവും ലക്ഷ്യത്തിലേക്ക് ചരിക്കുന്നവരായി മാറുവാനിട വരിക. അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ദമ്പതികളെ, ദൈവം ദാമ്പത്തിക ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലൂടെ തന്നിരിക്കുന്ന ഈ കരുണയുടെ, കൃപയുടെ, അനുഗ്രഹത്തിൻ്റെ വഴികൾ അടയ്ക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവസ്നേഹാഗ്നിയോട് ചേർന്ന് നിൽക്കുന്ന ജ്വലിക്കുന്ന ദീപങ്ങളായി മാറണമെങ്കിൽ എരിയണം, കുറയണം. എരിഞ്ഞു കുറഞ്ഞു കത്തി ജ്വലിക്കുന്ന ദീപങ്ങളായി നിലകൊള്ളുവാൻ പ്രിയപ്പെട്ട ദമ്പതികൾക്ക്, പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്.